മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായഴിഞ്ഞു നിന്റെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൽ നേർത്ത ചെല്ല കോപുലഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് യാദവിന്റെ പെണ്ണ് കാണലാണ്. അപ്പോ നമ്മളെല്ലാം കൂടി വിളിച്ചിനി. ഞാൻ അതിന് പോവാൻ റെഡിയാക്കുക. ആണോ? ആ, ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. ഈ ചെക്കനും പെണ്ണിനും കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന രീതിക്കാണ് ഈ പെണ്ണ് കാണല് നടത്തുന്നത്. വീട്ടുകാർക്കൊക്കെ പരസ്പരം ഇഷ്ടായതാന്നാ പറഞ്ഞേ. ഓ, അപ്പോ അവരെ കല്യാണം വേഗം ഉണ്ടാവോ? ആ, ചെലപ്പോ തെയ്യം തുടങ്ങുന്നതിന്റെ മുമ്പില്, അല്ലെങ്കിൽ തെയ്യം കഴിഞ്ഞിട്ട്. എല്ലാം ഇന്ന് പോയി തീരുമാനിക്കും. അതെ, പിന്നെണ്ടല്ല, അനക്കൊന്ന് വീട്ടിൽ പോണേനു. ആടുന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ട്. ആണോ? എപ്പാ പോന്ന്? അത് തീരുമാനിച്ചിട്ടില്ല. നോക്കിയിട്ട് എപ്പാന്ന് വെച്ചാല് ഞാന് എന്തായാലും ഉച്ചക്ക് വരും. ഒരു 2 മണിക്ക് ഇവിടെ എത്തും. അന്നേരം പോയാ മതിയാ? ഞാൻ കൊണ്ടാക്കാം. ഇപ്പോ യാദവിന്റെ അവിടെ പോണ്ടോണ്ടാന്ന്. അത് ഏട്ടന് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം അങ്ങോട്ട് എടുത്തിടുവോ? സോറി. അതിനെന്തിനാ സോറി? അത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതിന് സോറി പറയാൻ മാത്രം ഒന്നും നടന്നില്ലല്ലോ. താൻ ഇങ്ങനെയാണോ? എങ്ങനാ? ഇങ്ങനെ പാവം പിടിച്ചതുപോലെ. ഞാനത്ര പാവൊന്നല്ല. നീ എന്നാ പല്ല് തേച്ച് ചായ കുടിക്കാൻ നോക്ക്. ഞാൻ പാവൊന്നല്ല. ആ, ഞാൻ വിശ്വസിച്ചു. ഞാൻ താഴെ പോവാ. ആ, ഞാനിപ്പോ ഉറങ്ങും. എന്നിട്ട് ഇവിടെ എത്താനായാല് നിന്നെ വിളിക്കാ. കീഞ്ഞെന്നോ? വാ, അകത്തേക്ക് കയറ്. ഇതാണ് ചെക്ക്. യാദവ് വർമ്മ. ആ, ഫോട്ടോയില് കണ്ടിട്ടുണ്ട്. നേരിട്ട് ആദ്യമായിട്ടാ. ഇത് ഇവന്റെ കൂട്ടുകാരാണ്. ഞാനെന്നാ മോള് വിളിക്കാം അല്ലേ? ആ, അതെന്തായാലും വേഗം നടക്കട്ടെ. ജ്യോതികേ, മോളെ ചായ എടുത്തിട്ട് വാ. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും
ഞാൻ മോളെ ചെറുകുന്നമ്പലത്തില് ഉത്സവത്തിന് കണ്ടിയാണ്. പിന്നെ മോളെ എന്റെ ഒപ്പരുള്ള ചേച്ചിക്ക് കാണിച്ചു കൊടുത്തപ്പോ ചേച്ചി മോളെ പരിചയാന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോ നല്ല കുടുംബം തന്നെയാണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് മാത്രം ഇഷ്ടായിട്ട് കാര്യമില്ലല്ലോ, പിള്ളേർക്കും കൂടി ഇഷ്ടാവണ്ടേ. അറിയാലോ, മോൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മ കുഞ്ഞിലെ മരിച്ചതാണ്. അതൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ കുട്ടിയെ ഇഷ്ടപ്പെട്ടത്. അതേന്ന് ഇനിയിപ്പോ മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാല്ലേ. ആ, യാദവ് മോനെ ദേ ആ മുറിയിലേക്ക് ചെന്നു. ഞാൻ യാദവ്, പോലീസാണ്, SI. ജ്യോതിക ലാബ് ടെക്നീഷ്യൻ ആണ്. തനിക്ക് ഈ വിവാഹത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഏയ്, എനിക്കങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ അറിയാലോ, അനക്ക് അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ബന്ധുക്കളെന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനാണ് എന്നെ നോക്കി വലുതാക്കിയത്. ഞാനൊരു ബാധ്യതയാകുമെന്ന് വെച്ചിട്ടാകും ചിലപ്പോ ബന്ധുക്കളൊന്നും മിണ്ടാനും വരാത്തത്. പിന്നെ ഇപ്പൊ കല്യാണത്തിന് നിങ്ങളൊക്കെ സമ്മതിച്ചാൽ എന്റെ ഭാഗത്തുനിന്ന് അച്ഛനും പിന്നെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടാവൂ. എനിക്കിപ്പോ പറഞ്ഞാൽ ഞാൻ ജീവിതത്തില് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും മാത്രമാണ്. ഈ ബന്ധുക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എന്റെ കുടുംബക്കാരോട് അത്ര മിണ്ടാറില്ല. പിന്നെ തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. തനിക്കോ? അനക്കും സമ്മതമാണ്. സത്യം പറഞ്ഞാല് ഇതുവരെ ഞാൻ അച്ഛന് വേണ്ടിയാണ് ജീവിച്ചത്. അച്ഛനെ പിരിഞ്ഞിരിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലാത്തത്. എന്ന് വെച്ച് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. അറേഞ്ച് മാരേജ് ആവുമ്പോ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടതല്ലേ? ആടോ, എനക്ക് മനസ്സിലാവും. സമയം എന്തായാലും നമുക്ക് രണ്ടുപേർക്കും വേണം. പരസ്പരം മനസ്സിലാക്കണം. വിവാഹം കഴിഞ്ഞെന്ന് വെച്ച് വേഗം തന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാനായി ഞാൻ നിർബന്ധിക്കില്ല. പിന്നെ അത് മാത്രല്ല, അച്ഛനെവിടെ ഒറ്റക്കാകും എന്നതും എന്റെ. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇടക്കിടക്ക് ഇവിടെ വന്ന് നിൽക്കാം പോരെ? നമ്മൾക്ക് ഇനി തനിക്ക് തനിച്ചച്ഛന്റെ കൂടെ നിൽക്കണം എന്നാണെങ്കിൽ അങ്ങനെയും. ശരിക്കും പറഞ്ഞാല് എനക്ക് മുൻപ് വന്ന ആലോചനകളൊന്നും വേണ്ടെന്ന് വെച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇതിപ്പോ തനിക്കു സമ്മതാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അപ്പോ അച്ഛൻ ഒറ്റക്കാകാതിരിക്കാൻ വേണ്ടി മാത്രാണല്ലേ കല്യാണത്തിന് സമ്മതിച്ചേ? അല്ലാണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല. ഏയ്, അങ്ങനെയല്ല. തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛന്റെ കാര്യം കൂടി സമ്മതിച്ചപ്പോൾ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതായി. ഇങ്ങനൊരു ആലോചന വന്ന സമയം അച്ഛൻ എനിക്ക് തന്റെ ഫോട്ടോ കാണിച്ചു തന്നായിരുന്നു. പിന്നെ തന്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. എന്നോട് അന്ന് കുറെ നേരം സംസാരിച്ചിരുന്നു. ആണോ? അമ്മയ്ക്ക് ഈ പെൺകുട്ടികളൊക്കെ ഭയങ്കര കാര്യമാണ്. തനിക്കറിയോ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടിയുണ്ട്, ചാരു എന്ന് പറഞ്ഞിട്ട്. ദേ അവളിപ്പോ എന്റെ ഫ്രണ്ടില്ലേ ഭീമൻ, അവന്റെ ഭാര്യയാണ്. ചെറുപ്പം മുതലേ നമ്മളെക്കാളും അമ്മക്കിഷ്ടം ഓളെയാണ്. എന്തുണ്ടെങ്കിലും അമ്മ വേഗം ഓൾക്ക് കൊണ്ടു കൊടുക്കും. ഇനിയിപ്പോ നിന്നെ അമ്മ പൊന്നുപോലെ തന്നെ നോക്കും. ഞാനും. പിന്നെ എനക്ക് സിമ്പിളായിട്ട് കല്യാണം നടത്തിയാൽ മതിയെന്നാണ്. ആണോ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എന്നാൽ നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? ആ, ഓക്കെ.
എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാം. ആ, അങ്ങനെ മതി. അല്ല ചാരു, ഓനാടെ എത്തിന്നാ വിളിച്ചപ്പോ പറഞ്ഞേ? വാനശാലയില്ലേ, അതിന്റെ റോഡ് കഴിഞ്ഞെന്നാ പറഞ്ഞേ. ആ, ഇനിയിപ്പോ ഓനിനി 5 മിനിറ്റിനുള്ളിൽ എത്തുമായിരിക്കും. നീ എന്തിനാ ചാരു പിന്നെ ഇത്ര നേരത്തെ കീഞ്ഞുന്നേ? ഇപ്പൊ കീഞ്ഞുന്നാലും മതിയനല്ലോ. അതിപ്പോ ഏട്ടനപ്പ വരൂന്ന് അറിയില്ലല്ലോ, അതാണ് ഞാന് നേരത്തെ കീഞ്ഞിനി. വിളിച്ചപ്പോ ഓനെന്തെങ്കിലും തിന്നിനാ പോലും? അത് ഞാൻ ചോദിച്ചില്ല അമ്മേ. ആണാ? എന്തായാലും ഓനൊന്നും നിന്നിട്ടില്ലെങ്കിൽ പോകുന്ന വഴി ഏതെങ്കിലും ഹോട്ടലിൽ കയറിച്ച് എന്തെങ്കിലും തിന്നാൻ പറഞ്ഞു അവനോട്. ചാരു, നീ ഇതെന്തെന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ല. അനക്ക് തിരിഞ്ഞ് ഓൻ തിന്നു എന്ന് ചോദിക്കാനിട്ടുള്ള വിഷമല്ലേ? എന്റെ പൊന്ന് ചാരു, അതിന് നീ എന്തിനാ സങ്കടപ്പെടുന്നു? ഏട്ടൻ ഇങ്ങോട്ട് ചോദിച്ചാന്നു ഞാൻ എന്തെങ്കിലും കഴിച്ചെന്ന്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലല്ലോ. എന്റെ അപ്പ, അതിനിപ്പോ എന്താ, മറവിയൊക്കെ എല്ലാവർക്കും ഉള്ളു തന്നെയല്ലേ. നിങ്ങൾ ഇപ്പൊ അല്ലേ ദാമ്പത്യ ജീവിതം തുടങ്ങിയിനി, ഓരോന്ന് പഠിച്ചങ്ങനെ വരുമല്ലേ വേണ്ട. അത് വിടുപ്പ ചാരു. ഭീമ, നീ എന്തെങ്കിലും തിന്നിനാ? ഇല്ല, ഞാൻ തിരക്കിട്ട് വന്നെയാണ്. അവര് ഹോട്ടലിൽ കയറിനി, പിന്നെ ചാരുവിനെ കൂട്ടിട്ട് പോണ്ടല്ലേ, അതുകൊണ്ട് ഞാനിങ്ങ് പാഞ്ഞു വന്നെയാണ്. ആ, പോന്ന വഴിക്ക് എന്തെങ്കിലും തിന്നിട്ട് പോണേ. ആ, ചാരു വാക്കേറ്. നിന്റെ നെഞ്ചിൽ ചെണ്ടുമല്ലി പൂവിൽ നേർത്ത ചെല്ല കോപുലഞ്ഞു. അമ്മേ, എന്നാ ഞങ്ങള്. ആടാ, സൂക്ഷിച്ചും കണ്ട് വണ്ടിയൊക്കെ ഓടിക്കണം കേട്ടല്ല. ആ, കേട്ട്. നിങ്ങളിപ്പൊ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നിനക്കെന്നെ അറിയില്ലേ യുക്ത, കാവിൽ ഉത്സവം വരുന്ന കാര്യോ, അതിന്റെ ഓട്ടത്തിലാണ് ഞാന്. പിന്നെ പണിക്കും പോണ്ടേ, രാത്രി ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് നീ ഉറങ്ങിയിട്ടുണ്ടാവും. ആ, പിന്നെ രാത്രി 12 മണിക്ക് ഞാൻ നിങ്ങളെയും കാട്ട് നിക്കാപ്പാ. അനക്കെന്താ ക്ലാസ്സിനൊന്നും പോണ്ടേ? പിന്നെ അല്ല മോളെ, നീ ഇത് പഠിക്കുന്നുണ്ട് എന്നല്ലാതെ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ, അച്ഛന്റെ നിർബന്ധമാണ് ഞാൻ PhD കൂടെ എടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ജോലിക്ക് കയറിയ പിന്നെ ഞാൻ പഠിക്കൂലെന്ന് അച്ഛൻ പറയുന്നത്. പിന്നെ ഞാൻ എന്താക്കാനാ? ആ, നീ PhD എടുത്ത് കഴിയുമ്പോഴേക്ക് എനക്ക് വയസ്സ് 35 കഴിഞ്ഞു. അല്ലെ തന്നെ എന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞ അമ്മ എന്റെ പിറകേന്ന് മാറുന്നില്ല. അതിന് ഞാനെന്താക്കാനാ? റിസർച്ച് ചെയ്യാണ്ട് നോ കല്യാണം. അതെനക്കറിയാലോ. പക്ഷേ പഠിപ്പത്ര വലിയ കാര്യാക്കണ്ട. എന്റെ ഏച്ചിക്ക് ഇപ്പൊ 26 ആയിനല്ലേ ഉള്ളൂ. അമ്മ ഓളെ ശല്യാക്കുന്നുണ്ട് കല്യാണത്തിന് സമ്മതിക്കുന്ന് പറഞ്ഞിട്ട്. ഹേ, ആനാ? അപ്പോ ഇപ്പൊ നിന്റെ ചേച്ചിന്റെ കല്യാണം നടന്നിട്ടുണ്ടെങ്കില് നിനക്ക് 26 വയസ്സാവുമ്പോ വീട്ടുകാര് കല്യാണം നോക്കുമല്ലേ? ആ, ഇപ്പൊ നോക്കിയിരുന്നു. അതിന് ഏച്ചി ആരെ സമ്മതിക്കണം. ഓൾക്ക് കല്യാണേ വേണ്ടെന്നാ പറയുന്നത്. നീ നിർബന്ധിക്ക്. ആ, പിന്നെ ഏച്ചി സമാധാനത്തോടെ ജീവിക്കട്ടുന്നേ. അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം. അത് നമുക്ക് ഒളിച്ചോടാന്നേ, ഭീമാട്ടം ചെയ്ത പോലെ. നിങ്ങള് എന്നെയും കൂട്ടിട്ട് അങ്ങ് ഒളിച്ചോടിക്കോ. അപ്പോ അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ചെറുതായിട്ട്. നീ അതും മനസ്സിൽ വെച്ചങ്ങിരുന്നോ? ഭീമനെ ഓന്റെ വീട്ടിൽ കയറ്റിന്ന് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് എന്റെ വീട്ടിൽ ചെന്നാല് നമ്മളെ രണ്ടിനെയും അമ്മ വെട്ടിത്തുണ്ടാക്കൂ.
എന്നാ നമുക്ക് സാധാ കല്യാണം കഴിക്കാം അല്ലേ? ആ അത് മതി. ഞാനേ സുധേന്റെ അടുത്തുനിന്ന് കീ വാങ്ങിട്ട് വരാം. ഏട്ടൻ ഇവിടെ ഇരുന്നോ? നിനക്ക് കുറെ സാധനങ്ങൾ എടുക്കാനുണ്ടോ? ഇല്ല, ബാഗും കുറച്ച് ബുക്കും. അതെ, ഭക്ഷണം കഴിച്ചിട്ട് എന്നെ കൂട്ടാൻ വന്നാ പോരേനുവാ, എന്തിനാ തിരക്കൂട്ടി വന്നേ? ഓ അതോ, ഞാൻ നിന്നോട് 2 മണിക്ക് കഴിഞ്ഞിക്കാനല്ലേ പറഞ്ഞേ. ഇവിടെ എത്തിയപ്പോ തന്നെ 2:30 കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും തിന്നാണ്ട് നേരെ നിന്നെ കൂട്ടാൻ വന്നേ. ഞാൻ എന്തെങ്കിലും ആക്കി തരട്ടെ? തിന്നാൻ വിശക്കുന്നുണ്ടാവില്ലേ? ഏയ് അതൊന്നും വേണ്ടപ്പാ. ഇവിടെ ഗോതമ്പ് പൊടിയുണ്ട്, ഞാൻ ദോശയാക്കാം. പിന്നെ തക്കാളി കറി ആക്കാം. ഏട്ടൻ തിന്നില്ലേ? ആ വേഗം ആകുമെങ്കിൽ ഓക്കെ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ആക്കിട്ട് കൊണ്ടുതരാം. എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ ചാരു? ഏയ് വേണ്ട, ഇത് കഴിയാനായി. ഏട്ടൻ കൈ കഴുകിയിട്ട് മേശയിലിരുന്നോ, ഞാന് അങ്ങോട്ട് കൊണ്ടുതരാം. ആണോ? എന്നാൽ ഓക്കെ. കൊള്ളാലോ ചാരു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും വേണോ? ദോശമാവ് ഇരിപ്പുണ്ട്, ഞാൻ ദോശയാക്കി തരാം. ആയിക്കോട്ടെ. ഹേ, കറിയില് ഉപ്പില്ലല്ലോ. അയ്യോ, ഞാൻ ഉപ്പിടാൻ മറന്നല്ലോ കണ്ണ. അപ്പോ ഏട്ടൻ ഉപ്പില്ലാതെ കറി കൂട്ടിയിട്ടാണോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ? അയ്യേ, അതെ ഏട്ടാ, കറിയില് ഉപ്പില്ലല്ലോ. എനക്ക് ഓക്കെ ആണല്ലോ. ഞാൻ തീരെ ഇട്ടിട്ടില്ല, ഇടാൻ മറന്നുപോയി. ആണോ? ദോശക്കുപ്പില്ലേ? ഓക്കെ ആണ്. അല്ല ചാരു, ദോശ കൊടുത്തു. ആ, അത് ഞാന് ഇപ്പൊ ഉണ്ടാക്കി തരാം. പോവാ. ആയാ? വേണ്ടതല്ലോ എടുത്തിട്ടേ? ആ, എടുത്തു, ഈ ബാഗിലുണ്ട്. നമുക്ക് ബീച്ചിൽ പോയാലോ ചാരു? നിന്റെ മൈൻഡ് കൊറേ ഓക്കെ ആവാനുണ്ട്. പിന്നെ കൊറേ ആയില്ലേ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പോയാലോ? കെട്ടുകഴിഞ്ഞ് കെട്ടിയോളും കൂടി കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ?
എന്നാലും ചാരുലേഖ, അമ്മ മരിച്ചിട്ട് 13 വരെ ആയില്ലല്ലോ. അപ്പോഴത്തേക്കും കറക്കം തുടങ്ങിയാല് എങ്ങനെയാ? നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കില്ലേ? ദേ, നീ എന്റെ പെണ്ണിനെ പറ്റി പറഞ്ഞാൽ ഞാൻ 2 കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു കരുതണ്ട. വിളിച്ചിട്ട് പോട വൈകൃതന അതിന്റെ ഏട്ടനെ, അല്ലെങ്കിൽ 2 കാലിൽ ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അത്രക്കായോ? എന്നാലോ ഒന്ന് കാണണല്ലോ. ഏട്ടാ വിട്ടേ, വെറുതെ പ്രശ്നാക്കാൻ നിക്കണ്ട. ഇത് റോഡ് സൈഡ് അല്ലേ, ഇവനെ നമുക്ക് ഒറ്റക്ക് എടുക്കാം. കേട്ടല്ലോ, നടു റോഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഇവിടെ വിട്ടു, അല്ലെങ്കിൽ നീ എന്റെ കൈ കിടന്ന് പിടഞ്ഞേനെ. വാചകടിക്കാതെ പോകാൻ നോക്കുന്നായി. ചാരു, നീ ഓക്കെ അല്ലേ? ആ, ഓക്കെയാണ്. ആ വീരഭദ്രൻ തന്നെ പറ്റി പറഞ്ഞത് വിഷമായോ? ഇല്ല, എന്റെ അമ്മ എന്നെ വളർത്തി വലുതാക്കിയത് ഞാൻ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനാണ്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഞാനൊരു നല്ല കുട്ടിയാണെന്ന് പറയാനാകും. എന്നാൽ അമ്മ മരിച്ചിട്ട് 13 പോലും ആകാതെ ഞാൻ ഇപ്പൊ ഈ ബീച്ചിൽ വന്നിരിക്കുന്നത് കണ്ടാൽ ഞാൻ അവരുടെയൊക്കെ മനസ്സിൽ മോശം കുട്ടിയാവും. പക്ഷെ എനക്ക് ജീവിക്കണ്ടേ? മറ്റുള്ള ആള് എന്ത് വിചാരിക്കുമെന്ന് വെച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അനക്കെന്റെ ജീവിതം മുന്നോട്ട് നയിച്ചേ പറ്റൂ. അതിനാണ് എന്റെ അമ്മ എന്നെ വളർത്തി വലുതാക്കിയത്. അമ്മ പോയതിന്റെ സങ്കടം എന്റെ ഉള്ളിലുണ്ട്. അതൊരിക്കലും എന്റെ മനസ്സിൽ നിന്ന് പോകില്ല. ഞാൻ 13 കഴിഞ്ഞാല് ജോലിക്ക് പോകും. ആണോ? ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടോ? വീരഭദ്രൻ ഏട്ടന്റെ കസിൻ അല്ലേ? നിങ്ങൾ എങ്ങനെയാ ഇത്ര ശത്രുക്കളായേ? അത് തനിക്കറിയില്ലേ? ഇല്ല, ശത്രുക്കളാണെന്നറിയാം, പക്ഷെ എങ്ങനെയായി എന്ന് എനിക്കറിയില്ല. അത് കുറച്ചൊരു വലിയ കഥയാണ്. ഞാൻ കേട്ടോളാം. എന്റെ അച്ചാച്ച ശിവരാമനും അച്ചമ്മ നാരായണിക്കും 3 മക്കളാണ് ഉള്ളേ. മൂത്തവനാണ് എന്റെ വല്യച്ഛൻ സുബ്രഹ്മണ്യൻ, അതായത് വീരഭദ്രന്റെയും വൈകൃതനന്റെയും അച്ഛൻ. പിന്നെ 2ാമത്തെ മോനാണ് എന്റെ അച്ഛൻ സേതുമാധവൻ. പിന്നെ 3ാമത്തെ മകൾ സീതാലക്ഷ്മി, അർജുന്റെ അമ്മ. എന്റെ വല്യച്ഛൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് വീട്ടില് പണിക്ക് നിന്നിരുന്ന സ്ത്രീക്ക് വയ്യാതാവുന്നതും പിന്നെ പകരം അവരുടെ മകള് ജോലിക്ക് കയറുന്നതും. ആ മകള് നല്ല സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ വല്യച്ഛന് അവരിഷ്ടായി. കുറെ നാള് പ്രേമിച്ച് നടന്ന് പിന്നെ ഒരു ദിവസം വീട്ടില് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാര്യം വഷളായപ്പോ അവര് ഒളിച്ചോടി കല്യാണം കഴിച്ചു. വീട്ടില് ജോലിക്ക് നിന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് തന്നെ എന്റെ അച്ചാച്ചന്റെ അച്ഛന് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലേനു. അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഒന്നിച്ച് അവരൊരു കുഞ്ഞു വാടക വീട്ടിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. പിന്നെ ഈ വീരഭദ്രൻ ജനിച്ചിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് അച്ചാച്ചന്റെ അച്ഛൻ മരിച്ചത്. പിന്നീട് എന്റെ അച്ചാച്ചൻ വല്യച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചിനേനു. പക്ഷെ വല്യച്ഛൻ വരില്ലെന്ന് തീർത്തു പറഞ്ഞു. അനക്കപ്പോ ഒരു 3 വയസ്സൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ അവസ്ഥയൊക്കെ വല്ലാണ്ട് മോശമായി. വല്യച്ഛന് അസുഖമായി. അപ്പോ സ്വത്തുക്കളൊക്കെ ഭാഗം ചെയ്യാനായി അച്ചാച്ചൻ തീരുമാനിച്ചു. അപ്പോഴും വല്യച്ഛൻ പറഞ്ഞു സ്വത്തുക്കളിൽ നിന്നും തനിക്കും തന്റെ കുടുംബത്തിനും ഒന്നും വേണ്ടാന്ന്. അങ്ങനെ അസുഖം ബാധിച്ച് വല്യച്ഛൻ മരിച്ചു. പിന്നീട് അച്ചാച്ചൻ വല്യമ്മയോട് സംസാരിച്ച് അവരുടെ ഓഹരി വാങ്ങി. വല്യമ്മക്ക് തീരെ താല്പര്യമില്ലേനു. പക്ഷേ വേറെ നിവർത്തിയില്ലായിരുന്നു. പിന്നെ വളർന്നു വലുതായപ്പോ വീരഭദ്രന് ഞങ്ങളൊക്കെ ശത്രുക്കളായി. തരം കിട്ടിയാല് എന്നെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ താണു കൊടുത്തെങ്കിലും പിന്നീട് ഞാനും അങ്ങോട്ട് കൊടുത്തു തുടങ്ങി. ഒരു കാര്യം പറയാലോ, നാട്ടുകാരെ പറ്റിച്ചിട്ടാണെങ്കിലും
അവൻ അവന്റേതായ സാമ്രാജ്യം പടുത്തുയർത്തി. പക്ഷേ അവിടെ കുറെ പേരുടെ കണ്ണീരും ഉണ്ടാകുമെന്ന് മാത്രം. ശരിയാ, അയാളെ പറ്റി ആർക്കും നല്ല അഭിപ്രായമില്ല. പാവങ്ങളെ ചൂഷണം ചെയ്യാറാണ് അയാൾ. പക്ഷേ വൈകൃതൻ അങ്ങനെയല്ല. അവന്റെ സ്വഭാവമാണ് ഒരു പിടിയും കിട്ടാത്തെ. തനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ? അനക്കൊന്നും വേണ്ടാട്ടാ, ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോ? നേരത്തെ ഞാനാക്കിയ ആ പൊട്ട ദോശയല്ലേ കഴിച്ചേ? പൊട്ട ദോശയോ? അതിൽ ഉപ്പില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ എനക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ. വാ, നമുക്ക് ചായ കുടിക്കാലോ. രണ്ട് ചായ. കടി എന്നാ വേണ്ട? ചാരു എന്നാ വേണ്ട? അനക്കൊന്നും വേണ്ട, ചായ മാത്രം മതി. രണ്ട് ചായ മാത്രം മതി.